ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, ഒരു സന്ധ്യയിൽ കൂടെ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ കൂടി വരുവാനും, അവിടുത്തെ വാഗ്ദാന പ്രകാരം 2 3 പേർ എൻ്റെ നാമത്തിൽ കൂടിയാൽ അവരുടെ മധ്യേ ഉണ്ടെന്ന് പറയുന്ന കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ചിറകിൻ്റെ കീഴിലായിരിക്കുവാനും ദൈവം നൽകിയ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. നിങ്ങളെല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥിച്ച് ആരംഭിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമാകുന്ന അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടത ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യക മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവിൽ പ്രിയരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം നമ്മൾ പഠിക്കാൻ ആരംഭിച്ചല്ലോ. കഴിഞ്ഞ ആഴ്ച അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടും അതോടൊപ്പം തന്നെ 1-ാം അധ്യായവും നമ്മൾ പഠിക്കാൻ പരിശ്രമിച്ചു. പ്രത്യേകിച്ച് 1-ാം അധ്യായത്തിൽ ആദ്യത്തെ കുറേ ഭാഗം വംശാവലി, അതിനെപ്പറ്റി മനസ്സിലാക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിച്ചു. തുടർന്ന് യേശുക്രിസ്തുവിൻ്റെ ജനനം എങ്ങനെയായിരുന്നു എന്ന് വിശുദ്ധ മത്തായി എഴുതി വച്ചിരിക്കുന്ന ഭാഗമാണ് നാം കണ്ടത്. പ്രത്യേകിച്ച് വിശുദ്ധ മത്തായി ശ്ലീഹ യഹൂദ ക്രൈസ്തവരെ ഉദ്ദേശിച്ച് എഴുതിയ ഈ സുവിശേഷത്തിൽ യേശുക്രിസ്തു യഹൂദ മതത്തിൽ നിന്ന് അതിൻ്റെ പിന്തുടർച്ചക്കാരനാണെന്ന് അറിയിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട്. അല്ലെങ്കിൽ യഹൂദന്മാർക്ക് ദൈവം പ്രവാചകന്മാരിലൂടെ അരുളപ്പാട് കൊടുത്തിരുന്ന മശിഹായാണ് യേശു എന്ന് സമർത്ഥിക്കാനുള്ള പല തരത്തിലുള്ള പരിശ്രമങ്ങൾ വിശുദ്ധ മത്തായി ശ്ലീഹ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് പഴയ നിയമത്തിലെ ഒത്തിരി ഉദ്ധരണികൾ ഈ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. 1-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ആ ഭാഗം ഏറ്റവും അവസാനം പറയുന്നതാണ്: കന്യക ഗർഭിണിയായൊരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കുമെന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. യെശയ്യാവിൽ പറയപ്പെട്ട ഒരു പ്രവചനമായിരുന്നു: കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേരിടണം. ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദൈവം നമ്മോട് കൂടെ എന്നുള്ള അർത്ഥമാണ് ഇമ്മാനുവേൽ എന്ന വാക്കിന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ കൂടെ ഇറങ്ങി വന്ന് വസിക്കാൻ തിരുമനസ്സായി. അതുകൊണ്ട് ഇന്ന് നമ്മളെല്ലാം ജീവനോടെ ഇരിക്കുന്നു. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ലോകം പോലും ഉണ്ടാവില്ലായിരുന്നു. കാരണം ദൈവത്തിൻ്റെ കോപാഗ്നിയിൽ എന്നേ എരിഞ്ഞ് ചാമ്പലാകേണ്ടതാണ് ഈ ലോകം. എന്നാൽ സ്വന്തം പുത്രനെ അയച്ച് മാനവകുലത്തിൻ്റെ പാപം മുഴുവനും അവൻ്റെ ചുമലിൽ വെച്ച് പരിഹാരം ചെയ്ത് നമ്മളെ രക്ഷിച്ചു എന്നുള്ള വലിയ ഒരു സുവിശേഷത്തിൻ്റെ പ്രഖ്യാപനത്തോടു കൂടെയാണ് വിശുദ്ധ മത്തായി ശ്ലീഹ ഈ സുവിശേഷം ആരംഭിക്കുന്നത്. 2-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. 2-ാം അധ്യായം ആദ്യത്തെ ഒരു 6 വാക്യങ്ങൾ വായിക്കാമോ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 6 വരെ ഒന്ന് വായിക്കാമോ? ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദ്യയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹെരോദ രാജാവ് അത് കേട്ടിട്ട് അവനും യെരുശലേം ഒക്കെയും ഭ്രമിച്ച് ജനത്തിന്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടിവരുത്തി. ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു. അവർ അവനോട്, യഹൂദയിലെ ബേത്ലഹേമിൽ തന്നെ. യഹൂദ്യാദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദ്യ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എന്റെ ജനമായ ഇസ്രായേലിനെ മേയ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു ജനിച്ചതിന് ശേഷം
യഹൂദിയയിലെ ബേത്ലഹേമിൽ ജനിച്ചതിന് ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ വന്നു എന്ന് എഴുതി വച്ചിരിക്കുകയാണ്. ബേത്ലഹേമിന്റെ കിഴക്ക്, അതായത് ജോർദാന്റെ അക്കരെ വരുന്ന സ്ഥലമാണ് യഹൂദ്യ അല്ലെങ്കിൽ ബേത്ലഹേമിന്റെ കിഴക്ക് എന്ന് പറയുന്ന സ്ഥലം. അപ്പോ ജോർദാന്റെ അപ്പുറേ, പാലസ്തീനിലെ ജോർദാന്റെ അപ്പുറേ ഉള്ള ഏതോ ഒരു സ്ഥലത്ത് നിന്ന്, പ്രത്യേകിച്ച് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ അറേബ്യയിൽ നിന്ന് വന്നവരാണ് ഇത് 3 പേരും എന്ന് വേദപണ്ഡിതന്മാര് അങ്ങനെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് അവര് കൊണ്ടുവന്ന് സമർപ്പിക്കുന്ന കാഴ്ചകളും പ്രത്യേകിച്ച് അതിനോട് ബന്ധപ്പെട്ടതാണെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഈ യഹൂദന്മാർക്ക് മനസ്സിലാവാത്തത് എങ്ങനെയാണ് ഈ വിജാതീയരായ ആകാശ നിരീക്ഷകർ അല്ലെങ്കിൽ വാന നിരീക്ഷകരായി മനുഷ്യർക്ക് മനസ്സിലായത്? ആർക്കെങ്കിലും പറയാമോ? യഹൂദന്മാർക്ക് ഇവിടെ അതിന്റെ താഴത്തേക്ക് വായിക്കുമ്പോൾ ഹെറോദ രാജാവിന്റെ കൊട്ടാരത്തിൽ വന്ന് ഈ ജ്ഞാനികൾ ചോദിക്കുന്നുണ്ട്, യഹൂദന്മാരുടെ രാജാവ് എവിടെയാണ് ജനിച്ചതെന്ന് അറിയാമോ? അങ്ങനെ ചോദിക്കുമ്പോഴാണ് ഹെറോദാവ് അവിടെയുള്ള യഹൂദ മതപണ്ഡിതന്മാരെ എല്ലാം വിളിച്ചു വരുത്തിയിട്ട് ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു രാജാവ് ജനിക്കുന്നുണ്ടെങ്കിൽ അത് എവിടെയാണ്, അതിന്റെ കാലഘട്ടം എപ്പോഴൊക്കെയാണ് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുവരെ ആരറിഞ്ഞില്ല? യഹൂദന്മാര് ആരും ഇത് അറിഞ്ഞിട്ടില്ല. യേശുവിന്റെ ജനനത്തെ പറ്റി യഹൂദന്മാര് മുഴുവനെന്നല്ല, യോസേപ്പ് യഹൂദനാണ്, കന്യക മറിയാം അതെ, അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ചു പേർക്ക് മാത്രം അറിയാം. അവര് മാത്രമേ ഹൃദയപൂർവ്വം അത് അംഗീകരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് യഹൂദന്മാർക്ക് അരുളപ്പാട് കിട്ടിയിട്ടും ഇങ്ങനെ ഒരു അരുളപ്പാട് എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായ സൂചനകൾ കൊടുക്കുന്നുണ്ട്. യഹൂദിയയിലെ ബേത്ലഹേമിലാണ് ജനിക്കുന്നതെന്ന് മീക പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 2-ാമത്തെ വാക്യം ഒന്ന് എടുത്ത് വായിക്കാമോ? മീക 5-ാം അധ്യായം 2-ാമത്തെ വാക്യം. അവിടെ വളരെ വ്യക്തമായി കർത്താവിന്റെ ആത്മാവ് യഹൂദ ജനങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും അവർക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. ഈ ബേത്ലഹേമിൽ തന്നെ യേശു ജനിച്ചിട്ടും യഹൂദന്മാർക്ക് ആരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല? യേശുവിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ അവിടുത്തെ രാജാവിന് ഈ യേശുവിന്റെ ജനനത്തെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ മതപുരോഹിതന്മാർക്ക് യേശുവിന്റെ ജനനത്തെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നില്ല. അതുമല്ലെങ്കിൽ അവിടെയുള്ള പരീശന്മാരും അതുപോലെ തന്നെ വേദപണ്ഡിതന്മാർക്കൊന്നും, അതായത് ന്യായപ്രമാണം നല്ലവണ്ണം പഠിച്ച് ഹൃദയസ്ഥമാക്കിയവർക്ക് പോലും യേശുക്രിസ്തുവിന്റെ ജനനത്തെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇതൊരു വിരോധാഭാസമല്ലേ പ്രിയപ്പെട്ടവരെ? പിന്നെ ആർക്കാണ് ഇത് വെളിപ്പെടുന്നത്? ആർക്കാണ്? എടുത്തോ, മീക പ്രവാചകന്റെ പുസ്തകം എടുത്തോ. മീക 5-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിച്ചേ. നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. അതുകൊണ്ട് ഇത്രമേൽ വളരെ ശക്തമായ ഒരു സൂചന ഈ ജനത്തിന് കിട്ടിയിട്ടും അവര് വേണ്ട വിധം ഒരുങ്ങി കാത്തിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഇവർക്കിത് കണ്ടെത്താൻ കഴിയാത്തതിന്റെ കാരണം. എന്നാൽ എന്തുകൊണ്ടാണ് ഈ വാന നിരീക്ഷകർക്ക് ഇത് കണ്ടെത്താൻ സാധിച്ചത്? പ്രിയപ്പെട്ടവരെ, യഹൂദന്മാര് മനസ്സിലാക്കാത്തിടത്ത് സൂക്ഷ്മമായി വാന നിരീക്ഷണം നടത്തിക്കൊണ്ടിരുന്നവർക്ക് മുമ്പിൽ ദൈവം പെട്ടെന്നൊരു നക്ഷത്രം പ്രത്യക്ഷപ്പെടുത്തുകയാണ്. അപ്പോ സൂക്ഷ്മമായ ഒരു നിരീക്ഷണമില്ലാത്തടത്ത് ദൈവത്തെ കണ്ടെത്താമെന്ന് ആരും ചിന്തിക്കരുത്. അതായത് ലോകത്തിന്റെ ബഹളങ്ങളും ഇതിന്റെ കോലാഹലങ്ങളും അതിന്റെ ഇടയിലുള്ള ജീവിതവും ഒക്കെ ആയിട്ട് നടക്കുന്ന നമുക്ക് പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ ശാന്തമായും സൗമ്യമായും അല്ലെങ്കിൽ ധ്യാനാത്മകമായും ഒക്കെ ഒരു നിരീക്ഷണവും അന്വേഷണവും ഇല്ലാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോയാൽ തീർച്ചയായിട്ടും നമുക്കൊരിക്കലും ദൈവത്തെ കണ്ടെത്താനായിട്ട് സാധിക്കില്ല. അത് അത്രമേൽ സമർപ്പണം ഉണ്ടായിരിക്കണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടെയാണ് ദൈവം ഇങ്ങനെ
നമുക്ക് ഇത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രമാണ് ഈ ജ്ഞാനികളെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. യഹൂദന്മാർക്കൊക്കെ ഒരു തിരിച്ചറിവ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് കൂടെയാണ് ഈ ജ്ഞാനികളെ, ഇത് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഇത് ചരിത്ര സംഭവമായിരിക്കാം, അല്ലെങ്കിൽ സാങ്കല്പികമായിട്ട് ഇത് എഴുതി ചേർത്തതായിരിക്കാം എന്നൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. എന്തു തന്നെയാണെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം, യേശുവിനെ കണ്ടെത്തണമെങ്കിൽ സൂക്ഷ്മമായ ഒരു അന്വേഷണം ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ സൂക്ഷ്മമായ അന്വേഷണത്തെ പറ്റി യേശു തന്നെ പറയുന്നുണ്ട്. അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കപ്പെടും, അല്ലെങ്കിൽ യാചിക്കുവിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകാതെ ദൈവാനുഭവം സ്വന്തമാക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിലൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ദൈവം നമ്മളെ ഉണർത്തി ഇരുത്തുകയാണെങ്കിൽ ആ സമയത്തൊക്കെ ഒരു അന്വേഷണം, പ്രാർത്ഥനയിലൂടെ ഒരു അന്വേഷണം ഉണ്ടാകണം, വചനത്തിലൂടെ ഒരു അന്വേഷണം ഉണ്ടാകണം, പിന്നെ ദൈവം ജീവിതത്തിൽ തരുന്ന അനുഭവങ്ങളിലൂടെ നമ്മളൊരു അന്വേഷണം നടത്തണം. ആരെല്ലാം ദൈവത്തിന് വേണ്ടി ദാഹിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ അവരെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. ആഗ്രഹിക്കാത്തവർക്കൊന്നും അന്വേഷിക്കാത്തവർക്കൊന്നും ഈ ദൈവത്തെ കണ്ടെത്താനും സാധിച്ചിട്ടില്ല. മോശയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടായി, ദൈവത്തെ കാണണം. ദൈവത്തോടത് മോശ പറയുകയും ചെയ്തു, ദൈവമേ എനിക്ക് അങ്ങേ ഒന്ന് കാണണം. അല്ലെങ്കിൽ ദൈവത്തിന്റെ പേരറിയാനുള്ള ഒരു ആഗ്രഹം ആർക്കുണ്ടായിരുന്നു? മോശയ്ക്കുണ്ടായിരുന്നു. ആ ആഗ്രഹം കൊണ്ടാണ് ദൈവത്തിന്റെ പിറകുവശമെങ്കിലും ഒന്ന് കാണാനുള്ള ഒരു ഭാഗ്യം ആർക്ക് ലഭിക്കുന്നത്? മോശയ്ക്ക് ലഭിക്കുന്നത്. സാധു സുന്ദർ സിംഗ് എന്ന് പറയുന്ന ഒരു നോർത്ത് ഇന്ത്യൻ ഒരു മിഷണറിയെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ ജീവചരിത്രം വായിച്ചിട്ടുള്ളവരായിരിക്കാം ഇരിക്കുന്നതിൽ ഭൂരിഭാഗം ആളുകൾ. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ഒരു ഹൈന്ദവ അമ്പലത്തിലെ ഒരു പൂജാരിയായിരുന്നു. അങ്ങനെ വളരെ സാധുവായി ജീവിച്ച ഈ സുന്ദർ സിംഗ്, അദ്ദേഹത്തിന് ഉള്ളിൽ അതിയായ ഒരു ദാഹം ഉണ്ടാകുകയാണ്. സത്യദൈവത്തെ കണ്ടെത്തണം, ജീവനുള്ള ദൈവത്തെ അനുഭവിക്കണം. ഈ അനുഭവത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ മതത്തിലുള്ള വിഗ്രഹത്തിന്റെ മുമ്പിൽ ഒത്തിരി അദ്ദേഹം ഇരുന്ന് പ്രാർത്ഥിച്ചു, പൂജാവിധികളെല്ലാം നടത്തി. പക്ഷെ അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചില്ല. അതിൽ സംതൃപ്തി കിട്ടാതെ വന്നപ്പോൾ മറ്റ് മതഗ്രന്ഥങ്ങളെ പറ്റി, മറ്റ് മതങ്ങളിലുള്ള ആത്മീയതയുടെ ആഴങ്ങളെ പറ്റി അന്വേഷിക്കാൻ അദ്ദേഹം ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെ ഇറങ്ങിത്തിരിച്ചു. ഒരിടത്തും ഇദ്ദേഹത്തിന് ദൈവസാന്നിധ്യം കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. അവസാനം ഈ മനുഷ്യൻ വർഷങ്ങളിലുള്ള അന്വേഷണം, അപ്പോൾ അത്രമേൽ ദാഹമാണ് ഈ മനുഷ്യന്റെ ഹൃദയത്തിൽ. എന്നിട്ട് വർഷങ്ങൾ ഈ മനുഷ്യൻ അന്വേഷണം നടത്തി. ഒരു സുപ്രഭാതത്തിൽ ഈ മനുഷ്യൻ പുലർക്കാലത്തിൽ എഴുന്നേറ്റ് ഈ മനുഷ്യൻ കുളിച്ച് ഒരുങ്ങി അദ്ദേഹം ദൈവസന്നിധിയിൽ ഇരിക്കുക, പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, ഇങ്ങനെ ഒരു അസ്തിത്വം ഉണ്ടെങ്കിൽ, ദൈവം എന്ന് പറയുന്നത് ഒന്നുണ്ടെങ്കിൽ, ഇന്നെനിക്ക് പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിൽ ഈ ജീവിതം ഞാൻ, ഒരു സമയം പറയുന്നുണ്ട്, ആ സമയത്തിന് മുമ്പായിട്ട് പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം ആ മുട്ടുകൾ മടക്കി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പ്രകാശപൂർണനായി യേശു അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇദ്ദേഹത്തിന് ഈ കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഇന്ത്യയിലെ ഏതെങ്കിലും ക്രൈസ്തവ മേഖലയിൽ നിന്നും സുവിശേഷം എത്തിച്ച് മാനസാന്തരപ്പെട്ട ആളല്ല ഈ മനുഷ്യൻ. മറിച്ച് അദ്ദേഹം യേശുക്രിസ്തുവിൽ നിന്ന് തന്നെ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട് അനേകരെ ഈ വെളിച്ചത്തിലേക്ക് നയിച്ച മനുഷ്യനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അന്വേഷിക്കുന്നവന്റെ മുമ്പിൽ വെളിപ്പെടുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു മിശിഹ. നമ്മളൊക്കെ എത്രയോ കാലമായി യേശുവിനെ പറ്റി കേൾക്കുന്നു, യേശുവിനെ വിശുദ്ധ കുർബാനയിലൂടെ അനുഭവിക്കുന്നു. പക്ഷെ ഇത്ര കാലമായിട്ടും ഈ ദൈവത്തെ അനുഭവിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? എബ്രായ ലേഖനത്തിലാണ് എനിക്ക് തോന്നുന്ന ഒരു വചനമുണ്ട്, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും ഒരുവൻ തന്നെ എന്ന്. അതായത് യേശു പിതാവിന്റെ കൂടെ ആയിരുന്ന കാലഘട്ടത്തിലും, അല്ലെങ്കിൽ ഈ വചനമയച്ച ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുക, അതായത് യേശുവിലൂടെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച കാലഘട്ടത്തിൽ യേശു ആയിരുന്നത് പോലെ തന്നെയായിരുന്നു പാലസ്തീന്റെ മണ്ണിലൂടെ യേശു സുവിശേഷം പറഞ്ഞുകൊണ്ട് നടന്നപ്പോഴും. എന്നാൽ അതിനുശേഷം
യേശു ക്രൂശിക്കപ്പെട്ട് സ്വർഗാരോഹണം ചെയ്തു പോയി. യേശുവിന്റെ സാന്നിധ്യം ഇപ്പോഴും എങ്ങനെയാണ്? അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ ഉണ്ടെന്ന് കർത്താവിന്റെ വചനം പറയുകയാണ്. പക്ഷെ ഈ ജീവനുള്ള ദൈവത്തെ അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഹതഭാഗ്യരായ മനുഷ്യരാണ്. കാരണം അങ്ങനെ ഒരു അന്വേഷണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു ദാഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ആരെല്ലാം ദാഹിച്ചിട്ടുണ്ടോ, ആരെല്ലാം ആഗ്രഹിച്ചിട്ടുണ്ടോ, ആർക്കെല്ലാം ഇങ്ങനെ കണ്ടെത്തണമെന്നുള്ളൊരു ഉള്ളിൽ അതിയായ ഒരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ടോ, അവർക്കെല്ലാം മുമ്പിൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. വേദപുസ്തകത്തിൽ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതുപോലെ സഭാചരിത്രത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. എന്താ പ്രിയപ്പെട്ടവരെ, ഒരു അന്വേഷണം, ആഴമേറിയ രീതിയിലുള്ള ഒരു നിരീക്ഷണം നമ്മളിൽ നിന്ന് ആരാവശ്യപ്പെടുന്നുണ്ട്? കർത്താവായ യേശു ക്രിസ്തു ആവശ്യപ്പെടുന്നുണ്ട്. ഈ വാന നിരീക്ഷകർ എന്ത് കണ്ടിട്ടാണ് യേശുവിലേക്ക് എത്തിച്ചേരുന്നത്? അവരൊരു നക്ഷത്രം കണ്ടിട്ടാണ്, ഇല്ലേ പ്രിയപ്പെട്ടവരെ? എങ്ങനെയെങ്കിൽ ഈ ഒരു നക്ഷത്രം നമുക്ക് മുമ്പിലും കർത്താവ് നൽകിയിട്ടുണ്ട്. യേശുവിനെ കണ്ടെത്താനുള്ള ഈ നക്ഷത്രമാണ് നമ്മുടെ കൈകളിൽ ഇരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം. യേശുവിനെ കണ്ടെത്താനുള്ള നക്ഷത്രമാണ് പരിശുദ്ധ സഭയിലെ കൂദാശകൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഭയോട് ചേർന്ന്, വചനത്തോട് ചേർന്ന് ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ തീർച്ചയായിട്ടും കർത്താവിനെ കണ്ടെത്താനായിട്ടുള്ള അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. പക്ഷെ നമ്മുടെ ആഗ്രഹം എത്രമേൽ ഉണ്ടോ എന്നുള്ളത് ദൈവം തീർച്ചയായിട്ടും പരിശോധിക്കും. അതുകൊണ്ട് ഈ വാന നിരീക്ഷകർ കണ്ടെത്തിയതുപോലെ യേശുവിനെ കണ്ടെത്താൻ തക്കവണ്ണം ഒരു സൂക്ഷ്മമായ നിരീക്ഷണത്തിലേക്ക്, അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു ദാഹത്തിലേക്ക്, ആഗ്രഹത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റി നിർത്തുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമേ പ്രിയപ്പെട്ടവരെ. മറ്റുള്ളത് എന്തെല്ലാം നമ്മൾ നേടിയാലും അതെല്ലാം നമ്മൾ വിട്ടുപോകും. എന്നാൽ ദൈവാനുഭവം നേടിക്കഴിഞ്ഞാൽ, അതുകൊണ്ട് ആലോചിച്ചാൽ മതി, ദൈവാനുഭവം ലഭിച്ചവരാർക്കും യേശുവിനെ തള്ളിപ്പറയാനായിട്ട് സാധിച്ചിട്ടില്ല. അനുഭവം യുവദാസ് കൂടെ നടന്നെങ്കിലും യുവദാസിനൊരു അനുഭവമായി യേശു ഒരിക്കലും മാറിയിട്ടില്ല. വിശുദ്ധ കുർബാന കൊടുക്കുമ്പോഴും യുവദാസിന് ആരെ പ്രവേശിക്കുന്നത്? ദൈവത്തിന്റെ ആത്മാവല്ല, അല്ലെങ്കിൽ യേശുവല്ല, സാത്താനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ കൂടെ നടക്കുന്നു, അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും പള്ളി വരുന്നു, വേദപുസ്തകം വായിക്കുന്നുണ്ട്, അതുപോലെ യാമപ്രാർത്ഥനകളൊന്നും മുടക്കുന്നില്ല എന്ന് പറയുന്നത് കൊണ്ടൊന്നും കാര്യമില്ല. യേശുവിന്റെ കൂടെ നടക്കുന്ന അനുഭവം ശിഷ്യന്മാർക്കും ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ യേശു വലിയൊരു തിരക്കിലൂടെ കടന്നു പോകുമ്പോ യേശു ചോദിക്കുകയാണ്, അതായത് ആൾക്കൂട്ടം നിമിത്തം ഞെങ്ങി ജെരുങ്ങി കടന്നു പോകുമ്പോ യേശു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്നെ തൊട്ടത് ആരാണ്? അല്ലേ? യേശു ക്രിസ്തു ചോദിക്കുക, എന്നെ തൊട്ടത് ആരാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയ, അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പാടുമോ യേശു? കാരണം ശിഷ്യന്മാർ യേശുവിനെ തൊടുന്നുണ്ട്, അതുപോലെ തന്നെ കൂടെ നടക്കുന്ന അനേക മനുഷ്യർ യേശുവിനെ തൊടുന്നുണ്ട്. പക്ഷെ ആ തൊടലൊന്നും യേശുവിനൊരു അനുഭവമായിട്ട് മാറിയില്ല. എന്നാൽ ആരുടെ തൊടലാണ് ഒരു അനുഭവമായിട്ട് മാറിയത്? രക്തസ്രാവക്കാരി സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിൽ വിശ്വാസത്തോടെ കൂടെ തൊടുമ്പോഴാണ് അതൊരു അനുഭവമായിട്ട് മാറ്റപ്പെടുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു വിശ്വാസത്തോടെ ഈ വേദപുസ്തകവും അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയും യാമപ്രാർത്ഥനകളും അതുപോലെ തന്നെ നമ്മുടെ പ്രൈവറ്റ് പ്രയേഴ്സ് ഒക്കെ മാറ്റപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ദൈവം ഒരു അനുഭവമായി നമുക്ക് ഓരോരുത്തർക്കും മാറ്റപ്പെടും. അങ്ങനെ ഒരു അനുഭവമായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളടുത്ത് നമ്മുടെ വേദനകളെ പറ്റി നമ്മളെ ആരും ആശ്വസിപ്പിക്കേണ്ട കാര്യമില്ല. നമ്മുടെ തകർച്ചകളിൽ നമുക്ക് നിരാശയുണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്ക് വരുന്ന പ്രയാസങ്ങളിലും ഞെരുക്കങ്ങളിലും ഒക്കെ കർത്താവ് കൂടെയുണ്ടെന്നുള്ളൊരു തിരിച്ചറിവും ബോധ്യവും തീർച്ചയായിട്ടും അതിനെല്ലാം മറികടക്കാനുള്ള വലിയൊരു ആത്മീയ ഊർജം കൊണ്ട് ദൈവം നമ്മളെ നിറയ്ക്കുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നല്ലൊരു അന്വേഷണം ഉണ്ടായിരിക്കണം. ഇനി ഈ വാന നിരീക്ഷകരായ ഈ ജ്ഞാനികൾ, ഇവർക്ക് ഒരു അബദ്ധം പറ്റുന്നുണ്ട്. അതായത് ഇവര് കാരണം ആണ് പിന്നീട് നമുക്കറിയാം, ഈ 17-ാമത്തെ വാക്യത്തിലേക്കൊക്കെ ചെല്ലുമ്പോൾ അറിയാം, 2:16 മുതലുള്ള വാക്യങ്ങൾ, വിദ്വാൻമാർ തന്നെ കളിയാക്കി എന്ന് ഹെരോദാവ് കണ്ട് വളരെ കോപിച്ചു. വിദ്വാൻമാരോട് ചോദിച്ചറിഞ്ഞ കാലത്തിനൊത്തവണ്ണം 2 വയസ്സും താഴെയുമുള്ള ആൺകുട്ടികളെല്ലാം ബേത്ലഹേമിലും അതിന്റെ എല്ലാ അതിരുകളിലും ആളയച്ച് കൊല്ലിച്ചു. യഥാർത്ഥത്തിൽ ഈ വിദ്വാൻമാർക്ക് അല്ലെങ്കിൽ ഈ രാജാക്കന്മാർക്ക് പറ്റിയ ഒരബദ്ധമാണ്, അല്ലെങ്കിൽ അവരുടെ മാനുഷിക ചിന്തയിൽ വന്ന
ഒരു തെറ്റായ ഒരു ബോധ്യത്തിലൂടെ ആണ് ഈ ഒരു വലിയ കൊലപാതക പ്രവണതയിലേക്ക് ഹേരോദാവ് മാറിപ്പോകാൻ കാരണമായത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, യോർദാന്റെ അക്കരയിൽ അറേബ്യ നാട്ടിൽ നിന്ന് ഒരു നക്ഷത്രം കണ്ടിട്ടാണ് എവിടേക്ക് ഇവർ വരുന്നത്? യഹൂദിയയിലെ ബേത്ലഹേമിലേക്ക് യാത്ര ചെയ്തു വരുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇവരെ നയിച്ചു കൊണ്ടുവന്ന ആ നക്ഷത്രത്തിലേക്കുള്ള നോട്ടം എവിടെ എത്തിയപ്പോ മാറ്റി? തീർച്ചയായിട്ടും ആ നക്ഷത്രം യേശു എവിടെ ആയിരിക്കുന്നോ അവിടെ എത്തിക്കാൻ തക്കവണ്ണം ദൈവം ക്രമീകരിച്ച നക്ഷത്രമായിരുന്നു. പക്ഷെ നോട്ടം എവിടെ എത്തിയപ്പോ മാറി? ആ യഹൂദിയയിൽ എത്തിക്കഴിഞ്ഞപ്പോ ഇവരുടെ നോട്ടം ആ നക്ഷത്രത്തിൽ നിന്ന് മാറി. ഇവിടെ ദേശത്തെത്തിയുകൊണ്ട് ഇവിടെ ഒരു രാജാവുണ്ട്, രാജാവിനെ പോയി കണ്ട് ചോദിക്കാം, മാനുഷിക ബുദ്ധിയിലേക്ക് മാറി. അങ്ങനെ മാനുഷിക ബുദ്ധിയിൽ ഇവര് എവിടെ ചെല്ലുകയാണ്? ഹെറോദാവിന്റെ കൊട്ടാരത്തിൽ ചെന്ന് അന്വേഷിക്കുക. ശരിക്കും അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ല. എവിടെയാണോ ശിശു കിടക്കുന്നത് അവിടെ എത്തുന്നത് വരെ ഇവർക്ക് വഴികാട്ടിയാവാൻ വേണ്ടി ദൈവം ആക്കി വെച്ചതായിരുന്നു എന്ത്? ഈ നക്ഷത്രം. പക്ഷെ ആ നക്ഷത്രത്തിൽ നിന്നുള്ള നോട്ടം മാറ്റപ്പെട്ടു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ഒരു അബദ്ധം അവരുടെ ജീവിതത്തിൽ വന്നതുപോലെ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിലും വരാനും സാധ്യതയുണ്ട്. അതായത് അമിതമായ ഒരു ആത്മവിശ്വാസമൊക്കെ ചിലപ്പോൾ നമ്മുടെ ഇങ്ങനെയുള്ള അപകടങ്ങൾ കൊണ്ട് ചെന്ന് ചാടിക്കുവാനായിട്ട് ഇടയാക്കി തീർക്കും. കാരണം ഇവർക്ക് അമിതമായ ഒരു ആവേശമൊക്കെ ആ സമയത്ത് വരുന്നുണ്ട്. കാരണം ഏതാണ്ട് ബേത്ലഹേമിന്റെ അരികിലെത്തി, ഈ ശിശു കിടക്കുന്നതിന്റെ അരികിലെത്തി എന്നുള്ള ഒരു ബോധ്യമൊക്കെ വന്നതുകൊണ്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ആവേശം, ഒരു എടുത്തിയാട്ടം അവർ കാണിക്കുന്നത്. പക്ഷെ അതിന്റെ തിക്താനുഭവം വലുതായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന നക്ഷത്രത്തിൽ നിന്ന് നോട്ടം തിരിക്കാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നീട് ഈ വിദ്വാൻമാര് വന്ന് ഹെറോദാവിന്റെ കൊട്ടാരത്തിലെ അതെല്ലാം കഴിഞ്ഞ് അവര് പിന്നീട് യേശുവിനെ പോയി കണ്ട് യേശുവിനെ വന്ദിക്കുന്നതിനെ പറ്റി ഉള്ള ഭാഗങ്ങളാണ് 7 മുതലുള്ള വാക്യങ്ങൾ. 7 മുതൽ 12 വരെ ഒന്ന് വായിക്കാമോ? 7 മുതൽ 12 വരെ. എന്നാറെ ഹെറോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. അവരെ ബേത്ലഹേമിലേക്ക് അയച്ചു. നിങ്ങൾ ചെന്ന് ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പീൻ. കണ്ടെത്തിയാൽ ഞാനും ചെന്നവനെ നമസ്കരിക്കേണ്ടതിന് വന്നു എന്നെ അറിയിപ്പീൻ എന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്ന് നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയയോടുകൂടെ വീണു അവനെ നമസ്കരിച്ചു. നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് അവനെ പൊന്നും കുന്തിരിക്കവും മൂരും കാഴ്ചവെച്ചു. ഹെരോദാവിന്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. പ്രിയപ്പെട്ടവരെ, ഈ വിദ്വാൻമാര് വീണ്ടും ആ നക്ഷത്രത്തെ പിൻപറ്റുകയാണ്. അതെവിടെ പോയി നിൽക്കുന്നത്? ഇവിടെ തന്നെ വളരെ വ്യക്തമായിട്ട് എഴുതി വെക്കുന്നുണ്ട്. ആ നക്ഷത്രം ചെന്ന് കറക്റ്റ് യേശു ആയിരിക്കുന്ന ആ സ്പോട്ടിൽ എത്തുമ്പോൾ അവിടെ നിൽക്കുകയാണ്. അവർ യേശുവിനെ കണ്ടെത്തുകയാണ്. യേശുവിനെ കണ്ടെത്തുമ്പോൾ അവര് യേശുവിനെ വന്ദിക്കുക, നമസ്കരിച്ച്. എങ്ങനെയാ നമസ്കരിക്കുന്നത്? ഈ ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ട് വീണ് അവനെ വെറുതെ നമസ്കരിക്കുകയല്ല, പോയിട്ട് ഇങ്ങനെ തലകുനിച്ച് നിൽക്കുകയല്ല ചെയ്യുന്നത്. വീണ് ആരെ നമസ്കരിച്ചു? യേശുവിനെ അമ്മയായ മറിയത്തോട് ചേർന്ന് നമസ്കരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതേ ദൈവസാന്നിധ്യം തന്നെയല്ല നമ്മുടെയൊക്കെ പള്ളിയിലുള്ളത്. പക്ഷെ നമ്മൾ പള്ളിയിലേക്ക് കയറുമ്പോൾ എങ്ങനെ കയറാറുള്ളതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു കത്തോലിക്ക പള്ളിയിലേക്ക് ചെന്നാൽ വെറുതെ നോക്കിയാൽ മതി. ഒരു കത്തോലിക്കൻ പള്ളിക്കകത്ത് കയറുമ്പോ അവൻ പള്ളിയുടെ അകത്ത് കയറി ആദ്യം എന്ത് ചെയ്യുന്നറിയാമോ? അവൻ ആദ്യം മുട്ടുകുത്തി തലവണക്കി കുരിശ് വരച്ചതിന് ശേഷമാണ് പിന്നെ അകത്തേക്ക് കയറിപ്പോയി പ്രാർത്ഥിക്കുകയുള്ളൂ. നമ്മളാണെങ്കിൽ, എന്റെ അനുഭവം ഞാൻ പറയും. ഞാൻ പലപ്പോഴും തിരക്ക് പിടിച്ച് ഓടി ചെല്ലുമ്പോ നമ്മൾ കുരിശ് പോലും വരയ്ക്കില്ല, ഒരു പ്രാർത്ഥന പോലും ഇല്ലാതെ ഓടിപ്പിടിച്ച് നേരെ കയറി പ്രാർത്ഥന തുടങ്ങുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. ഞാൻ നെന്മാറപ്പള്ളിയായിരുന്നു എൻ്റെ ആദ്യത്തെ ഞാൻ വികാരിയായിരുന്നത്.
അവിടെ പ്രഭാത നമസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രായം ചെന്നൊരു അപ്പച്ചൻ, ആ അപ്പച്ചന്റെ ജീവിതത്തിൽ ഒത്തിരി ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രമേ ഉള്ളൂ. കാരണം അദ്ദേഹത്തിന്റെ മകൻ മറ്റൊരു വിഭാഗത്തിലേക്ക്, പുതിയൊരു നവീന സഭയിലേക്ക് പോയി. ആരും തിരിഞ്ഞു നോക്കാനില്ല. പള്ളിയാണ്, വീടെല്ലാം ഒന്ന് ശരിയാക്കി കൊടുത്ത് അപ്പച്ചന്റെ കൂടെ വയ്യാതെ കിടക്കുന്ന ഒരു അമ്മച്ചിയുണ്ട്. ഈ അമ്മച്ചിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഈ അപ്പച്ചനാണ്. പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ല. അതുകൊണ്ട് പള്ളിയിൽ നിന്നൊക്കെ പലപ്പോഴും സഹായിക്കാറുണ്ട്. ഫുഡ് കിറ്റും അങ്ങനെയുള്ളതൊക്കെ എത്തിച്ചു കൊടുത്ത് സഹായിക്കാറുണ്ടായിരുന്നു. ഈ മനുഷ്യൻ രാവിലെ പള്ളി വരുന്നത് എനിക്ക് പോലും, ഞാൻ കൗതുകത്തോടു കൂടെയാണ് നോക്കി കണ്ടിട്ടുള്ളത്. കാരണം ആ പടിഞ്ഞാറ വാതിലിന്റെ ഫ്രണ്ടിൽ വന്നു നിന്ന് തല കുനിച്ച് നിന്ന് കുറെ നേരം ആ മനുഷ്യൻ എന്തൊക്കെയോ പ്രാർത്ഥിക്കും. അതിനുശേഷം ആ വാതിലിന്റെ അവിടെ നിന്ന് ആ വാതിലൊരു 3-4 ചുംബനങ്ങളൊക്കെ കൊടുത്തിട്ട് അകത്ത് കയറി വീണ്ടും വണങ്ങി നിന്ന് എന്തൊരു ഭക്തിയോടുകൂടെ ആ മനുഷ്യൻ പള്ളിക്കകത്ത് നിൽക്കുന്നത് അറിയാമോ? അവിടെ ഞാനോ അല്ലെങ്കിൽ മറ്റാരോ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും ആ മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്കോ അദ്ദേഹം അവിടേക്ക് കയറി വരുന്നതൊന്നും തടസ്സമല്ല. ഞാൻ പലപ്പോഴും അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അദ്ദേഹം നോക്കിയിട്ടേ ഇല്ല. കാരണം അദ്ദേഹത്തിന്റെ നോട്ടം മുഴുവനും മദ്ബഹായിലേക്ക് വലിയ ആകാംക്ഷയോടുകൂടെ മനുഷ്യൻ നോക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളും ദേവാലയത്തിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ തീർച്ചയായിട്ടും ഉണ്ടാകണം. എൻ്റെ ദൈവം ഇവിടെ ഉണ്ട്. ആ ദൈവത്തിന്റെ മുമ്പാകെ ഞാൻ പ്രവേശിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ മനുഷ്യർ ചെയ്തതുപോലെ വീണ് നമസ്കരിച്ചില്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അല്പം ഒരു ശിരസ് നമിച്ച് ഹൃദയപൂർവ്വം ദൈവത്തെ വണങ്ങി കുരിശൊക്കെ വരച്ച്, പിന്നെ പ്രാർത്ഥന അറിയാലോ, ബഹുമതിപൂർവ്വം ഞാൻ നിന്റെ ആലയത്തിൽ വന്ന് എന്റെ നേർച്ചകൾ നിനക്ക് കഴിക്കുമെന്ന് പറഞ്ഞുള്ള ആ പ്രാർത്ഥനയൊക്കെ ചൊല്ലി ദേവാലയത്തിന്റെ അകത്തെ പ്രവേശിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അതൊരു അനുഗ്രഹമായി തീരുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് നമ്മുടെ ദേവാലയത്തിൽ കാണുന്ന ഒരു പ്രവണത എന്താണ്? ദൈവം വസിക്കുന്ന ആലയത്തിനകത്ത് കാണുന്ന ഒരു പ്രവണത, കുർബാനയ്ക്ക് മുമ്പും കുർബാന കഴിഞ്ഞും എന്താ പ്രവണത? ഒരാഴ്ച കണ്ടതിന്റെ ഇങ്ങനെ വീർപ്പ് മുട്ടി നിൽക്കുകയാണ്. ഇതെല്ലാം കൂടെ ഒന്ന് പൊട്ടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യണം. വീട്ടിലെ കുറെ പരദൂഷണങ്ങളും ഇല്ലായ്മകളും പിന്നെ സ്നേഹപൂർവമായ സംസാരങ്ങളൊക്കെ എവിടെ വരാനുണ്ട്? ഇതിനകത്ത് വരാനുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ദേവാലയത്തിന്റെ അകത്ത് പരമാവധി സംസാരിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതിന് 2 കാര്യമുണ്ടെന്ന്. ദൈവത്തിന്റെ ആലയമാണ്, ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഇടമാണ്. 2, നമ്മൾ അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ വേദനാപൂർവം അവന്റെ വേദനകളും ദുഃഖങ്ങളും ഞെരുക്കങ്ങളും ഒക്കെ ദൈവസന്നദ്ധിയിൽ പങ്കുവെക്കുന്ന ആരെങ്കിലും ആ പള്ളിക്കകത്തുണ്ടെങ്കിൽ അവന്റെ പ്രാർത്ഥനയ്ക്ക് അത് തടസ്സമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ അറിഞ്ഞ് കൈമുത്ത് കഴിഞ്ഞാൽ നേരെ പള്ളിയുടെ പുറത്ത് വെക്കും. പ്രാർത്ഥന കഴിഞ്ഞ പുറത്ത് പോയിട്ടോ അല്ലെങ്കിൽ വരാന്തയുടെ ഏതെങ്കിലും സൈഡിൽ പോയി എന്നൊക്കെ ഇഷ്ടം പോലെ സംസാരിച്ചോ, പക്ഷെ പള്ളിക്കകത്ത് സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതൊക്കെ നമ്മുടെ ഒരു ആദരവിന്റെ, ബഹുമാനത്തിന്റെ, സ്നേഹത്തിന്റെ പ്രതീകമാണ്. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വിശുദ്ധ കുർബാനയൊക്കെ പടിഞ്ഞാറോട്ടൊക്കെ എടുത്തു കൊണ്ടുവരുമ്പോൾ നമ്മുടെയൊക്കെ നിൽപ്പ് തന്നെ കാണുമ്പോൾ തന്നെ അറിയാം എത്ര ഭക്തിയോടും എത്ര ആദരവോടും കൂടെയാണ് ഓരോരുത്തരും ഇതിനകത്ത് സംബന്ധിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിനെ കാണാൻ ദേവാലയത്തിനകത്ത് പ്രവേശിക്കാനായിട്ട് ശ്രദ്ധിക്കണമേ. ഇവര് യേശുവിന്റെ മുമ്പാകെ കവിണ്ണു വീണ് അവരെന്ത് ചെയ്യുകയാണ്? നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് അവനെ പൊന്നും കുന്തിരിക്കവും മൂരും കാഴ്ചവെക്കുകയാണ്. 3 കാര്യങ്ങളാണ് ചെയ്യുന്നത്: പൊന്ന്, കുന്തിരിക്കം, മൂര്. അതായത് പൊന്ന് സൂചിപ്പിക്കുന്നത് യേശുവിലെ രാജ്യത്വത്തെ സൂചിപ്പിക്കാൻ വേണ്ടി. യേശു രാജാവാണ്. അതുകൊണ്ട് രാജാവിനുള്ള സമ്മാനമാണ് എന്ത്? പൊന്ന്. രാജാവിനുള്ള കാഴ്ചയാണ്. ആ കാലഘട്ടത്തിലൊക്കെ പൊന്ന്, സ്വർണ്ണ നാണയങ്ങൾ അത് കൊണ്ടുപോയി യേശുവിന്റെ മുമ്പാകെ കാഴ്ചവെക്കുകയാണ്. 2, എന്താ ചെയ്യുന്നത്? കുന്തിരിക്കം ആരാ ഉപയോഗിക്കുന്നത്? എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. കൂടുതൽ ഉപയോഗിക്കുന്ന ആരാണ്? അന്നും ഇന്നും പൗരോഹിത്യത്തിലാണ് കുന്തിരിക്കം ഉപയോഗിക്കുന്നത്. ധൂപാർപ്പണം നടത്താൻ വേണ്ടി പുരോഹിതന്മാർ ഉപയോഗിക്കുന്നത്. അപ്പോൾ യേശുവിലെ പൗരോഹിത്യത്തിനുള്ള കാഴ്ചയാണെന്ത്? ഈ കുന്തിരിക്കം. മൂന്നാമത് കാണുന്നത് മൂര്. മൂര് എന്ന് പറഞ്ഞാൽ മീറ എന്നുകൂടെ അറിയപ്പെടുന്നുണ്ട്. അതൊരു തൈലമാണെന്നും ഞാൻ ഒരിടത്ത് വായിച്ച്, ഒരു സുഗന്ധ തൈലമാണെന്നും വായിച്ചിട്ടുണ്ട്. ഇതെന്താന്ന് ചോദിച്ചാൽ പഴയ നിയമത്തിലെല്ലാം ഈ തൈലമൊക്കെ ഉപയോഗിച്ചിരുന്ന എവിടെയാ? സുഗന്ധ തൈലങ്ങൾ.
രണ്ട് സമയത്താണ് ഇത് ഉപയോഗിക്കുന്നത്. ഒന്ന്, ഒരു പ്രവാചകനെ അഭിഷേകം ചെയ്യുമ്പോൾ എന്ത് ചെയ്യായിരുന്നു? തൈലമെടുത്ത് അഭിഷേകം ചെയ്യുമായിരുന്നു. രാജാക്കന്മാരും തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിട്ടുണ്ട്. യേശുവിലെ പ്രവാചകത്വം കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു വ്യാഖ്യാനം കൂടെ ഉണ്ട്. തൈലം അഭിഷേകം ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ഇപ്പൊ യേശു തന്നെ പറയുന്നുണ്ട്, ഇവൾ മറിയല്ല ചെയ്യുന്നത്, മറിയം വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം യേശുവിന്റെ ശിരസിലൂടെ ഒഴിക്കുമ്പോ ശിഷ്യന്മാര് വിലക്കാൻ ശ്രമിക്കുമ്പോ യേശു എന്താ മറുപടി പറയുന്നത്? സംസ്കാരത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോ മുന്നമേ തന്നെ ഒരു വെളിപ്പെടുത്തൽ, അതായത് ഇവൻ ഈ ലോകത്ത് വന്നത് എന്തിനു വേണ്ടിയാ? ജീവിക്കാൻ വേണ്ടി മാത്രമാണോ? അല്ല, ജീവിക്കാനും അതിലുപരി മരണത്തിന്റെ അടിമത്തത്തിൽ കിടക്കുന്നവരെ മരിച്ച് അവരെ ജീവനിലേക്ക് കരം പിടിച്ചുയർത്തുവാനും വേണ്ടിയിട്ടാണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒരു കാഴ്ച സമർപ്പിക്കുന്നത്. പിന്നീട് നമുക്ക് കുറച്ചുകൂടെ തീക്ഷ്ണമായിട്ട് ഇതിനെപ്പറ്റി പഠിക്കാനും ധ്യാനിക്കാനും പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. യേശു ക്രിസ്തുവിന് അല്ലെങ്കിൽ ഈ യൗസേപ്പിനും കന്യക മറിയാമിനും ഒക്കെ ഈ പൊന്നും അതുപോലെ കുന്തിരിക്കം മൂരും അവിടെ നിൽക്കട്ടെ, പൊന്ന് എന്തിനാ ദൈവം ഇത് യേശുവിന്റെ മുമ്പാകെ കാഴ്ചവെപ്പിക്കുന്നത്? നമുക്കറിയാം. ഇനി മുന്നോട്ട് വായിക്കുമ്പോ യേശു ക്രിസ്തുവിനെയും കൊണ്ട് അവർക്ക് എവിടേക്ക് പോകേണ്ടി വരുന്നുണ്ട്? മിസ്രയീമിലേക്ക് പലായനം ചെയ്ത് പോകേണ്ടി വരുന്നുണ്ട്. ആലോചിച്ച് നോക്കി, ശത്രു രാജ്യമാണ്. അതിലുപരി അവർക്ക് ഭാഷ അറിയില്ല. അവിടെ ചെന്നാൽ വീടുണ്ടോ? ബന്ധുമിത്രാദികളുണ്ടോ? ആരുമില്ല. അപ്പൊ പ്രിയപ്പെട്ടവരെ, മിസ്രയീമിൽ താമസിക്കുന്ന കാലഘട്ടത്തിൽ ഈ കുടുംബത്തിന് ജീവൻ നിലനിർത്താൻ ആവശ്യമായുള്ള സമ്പാദ്യം നേരത്തെ തന്നെ ദൈവം ആരിലൂടെ എത്തിച്ചു കൊടുക്കുകയാണ്? വിദ്വാൻമാരിലൂടെ എത്തിച്ചു കൊടുക്കുക. ഇത് നമുക്ക് വലിയൊരു ഉൾക്കാഴ്ച തരണം. അതായത് ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവത്തിന്റെ പദ്ധതികൾക്കനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികൾക്ക് ഏലിയായിക്ക് കാക്കയിലൂടെ കൊണ്ടുവന്ന് കൊടുത്ത അതേ ദൈവം ഇന്നും ജീവിക്കുന്നു. ഈ ഭാഗത്തും കണ്ടോ, യേശു ദൈവപുത്രനാണെങ്കിലും ദരിദ്രനായിട്ടാണ് ജനിച്ചത്. പക്ഷെ ആ ദരിദ്ര മാതാപിതാക്കൾക്കും ആവശ്യമുള്ളത് അത്യാഗ്രഹത്തിനുള്ളതല്ല, ആവശ്യത്തിന് ഉള്ളത് ആരെത്തിച്ചു കൊടുക്കുകയാണ്? ആ കർത്താവ് എത്തിച്ചു കൊടുക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ മിസ്രയീമിൽ ചെന്നിട്ട് യൗസേപ്പിന് ആശാരിപ്പണിക്ക് പോകാൻ പറ്റുമോ? പെട്ടെന്നുമല്ല പറ്റുമായിരിക്കും. ഒരു 5-6 മാസമൊക്കെ കഴിഞ്ഞ് ആളുകളൊക്കെ ആയിട്ട് പരിചയമായി കഴിഞ്ഞാൽ പറ്റുമായിരിക്കും. എന്നാലും നമ്മൾ മനസ്സിലാക്കണം, ഇസ്രായേലിൽ എത്രയോ ആശാരിപ്പണിക്കാർ കാണും. അതുകൊണ്ട് സാധ്യത കുറവാണ്. അപ്പൊ ഇതെല്ലാം ആർക്കറിയാം? ദൈവത്തിന് അറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്നിനെ പറ്റി നമ്മൾ പ്രത്യേകിച്ച് ആകുലപ്പെടേണ്ട എന്നുള്ള ഒരു സൂചന കൂടെ കർത്താവിന്റെ വചനം ഇതിലൂടെ നമുക്ക് നൽകുന്നുണ്ട്. ഒന്നിനെ പറ്റി ആകുലപ്പെടേണ്ട. കർത്താവിനെ ആശ്രയിക്കുന്ന ജീവിതമാണോ? ഒന്നിനെ പറ്റിയും ആകുലപ്പെടേണ്ടതില്ല. ഇന്ന് ഒരു പക്ഷെ ഇല്ലെങ്കിലും നാളെ നമ്മുടെ ആവശ്യങ്ങളിൽ നമുക്ക് ആവശ്യത്തിനുള്ളതെല്ലാം തരാൻ കർത്താവിന് കഴിയുമെന്നുള്ള ഒരു വലിയ വിശ്വാസം, അത് ചിലപ്പോൾ വ്യക്തികളിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും മാർഗങ്ങളിലൂടെ ദൈവത്തിന് എത്തിച്ചു തരാൻ കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് ശ്രദ്ധിക്കണമേ. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, യേശുവിനെ ഇവര് വന്ദിക്കുമ്പോ കന്യകമറിയാമിനെ മാറ്റി നിർത്തുന്നുണ്ടോ? ഇല്ല. അതായത് ഏതാണ്ട് ഈ സമയത്ത് യേശു ക്രിസ്തുവിന് 2 വയസ്സ് പ്രായമായിട്ടുണ്ട്. അതുകൊണ്ടാണ് 2 വയസ്സിൽ താഴെയുള്ള 2 വയസ്സിന്റെ അടുത്ത പ്രായം യേശുവിനുണ്ട്. അതുകൊണ്ട് 2 വയസ്സിന് താഴെയുള്ള എല്ലാവരെയും കൊന്നുകളയാനായിട്ട് ആര് പറയുന്നത്? ഹെരോദാവ് പറയുന്നത്. കാരണം യേശുവിന് അത്ര പ്രായം വരെ ആവാനുള്ള ഒരു കാലഘട്ടമായിട്ടുണ്ട്. ഈ നക്ഷത്രം അന്വേഷിച്ച് ഇങ്ങനെ ഇവര് വന്ന് ഈ നക്ഷത്രം കണ്ടപ്പോ ഇവര് പെട്ടെന്ന് ചാടി പുറപ്പെട്ടൊന്നുമില്ല. ഇതിനെപ്പറ്റി പഠിച്ചു. പിന്നെ ഇതിങ്ങനെ ചലനം നടന്നതൊക്കെ കാണുമ്പോൾ അതിനെയൊക്കെ ഫോളോ ചെയ്ത് ഇവരിവിടെ എത്തുമ്പോൾ ഏതാണ്ട് ഇത്ര വർഷം ആവുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശുവിനെ മാറ്റി നിർത്തി യേശുവിന്റെ മുമ്പാകെ വന്നിച്ച പോരായിരുന്നോ? കന്യകമറിയാമിനോട് നിന്റെ പരിപാടി കഴിഞ്ഞ് നീ മാറി നിന്നോ, ഞങ്ങളെ യേശുവിനെ ആരാധിക്കാൻ വന്നാന്ന് പറഞ്ഞ് ഞങ്ങൾ മാറ്റി നിർത്തിയാ പോരായിരുന്നോ? പ്രിയപ്പെട്ടവരെ, അങ്ങനെ മാറ്റി നിർത്തിയോ? ഇല്ല. ശിശുവിനെ അമ്മയോട് ചേർന്ന്, അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, ശിശുവിനെ അമ്മയായ മറിയയോട് കൂടെ കണ്ട് വീണവനെ നമസ്കരിച്ചു. അത് കന്യകമറിയാമിനെ ആരാധിക്കണമെന്നല്ല, കന്യകമറിയാം അമ്മയ്ക്ക് കൊടുക്കേണ്ട ബഹുമതിയും ആദരവും
ദൈവം കൊടുക്കുന്നതാണിത്. ദൈവം കൊടുക്കുന്നത് പോലെ, യേശു കൊടുത്തതുപോലെ നമ്മളും തീർച്ചയായിട്ടും ആർക്ക് ആദരവ് കൊടുക്കണം. അതുകൊണ്ട് കന്യകമറിയാവിനെ മുട്ടത്തുണ്ടെന്നൊക്കെ വിശേഷിപ്പിക്കുന്ന നവീന സുവിശേഷകരൊക്കെ നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കന്യകമറിയാം അമ്മയെ ആദരിച്ചത് സ്വർഗമാണ്. അതുകൊണ്ട് അമ്മയെ ആദരിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അമ്മയെ ബഹുമാനിക്കണം, അമ്മയോട് മാധ്യസ്ഥം തേടണം. തീർച്ചയായിട്ടും കാനാവിലെ കല്യാണ വീട്ടിൽ ആ കുടുംബനാഥൻ പോലും അറിയാതെ ഇരുന്ന അദ്ദേഹത്തിന്റെ വരാൻ പോകുന്ന ഒരു വേദനയെ ഓർത്ത് ഭാരപ്പെട്ട ഒരമ്മ സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി ഭാരപ്പെടുന്നുണ്ട്, നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കാതിരുന്നാൽ പോലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരമ്മയാണ് കന്യകമറിയാം അമ്മ. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ മാധ്യസ്ഥം തേടുകയോടെ ചെയ്താലോ എന്തുമാത്രം പരിശുദ്ധ അമ്മ നമ്മളോട് ചേർന്ന് നിൽക്കും. ഞാൻ ഒരിക്കലൊരു സ്പിരിച്വൽ കൗൺസിലിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോ എന്നോട് ആ കൗൺസിലർ പറഞ്ഞൊരു കാര്യമാണ്, അവർ കണ്ട ഒരു ദർശനമാണ്. അവരെന്നോട് എൻ്റെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. എനിക്കിത് വിശ്വാസം വന്നത് അവരെന്റെ ചെറുപ്പകാലം മുതലുള്ള ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ദൈവം വെളിപ്പെടുത്തി കൊടുക്കാതെ ഇവർക്ക് ഇത് പറയാനായിട്ട് സാധിക്കില്ല. എന്നിട്ട് അവസാനം അവർ പറഞ്ഞാണ്, അച്ഛനെ പരിശുദ്ധ ദൈവമാതാവ് അമ്മയുടെ നീല അങ്കി കൊണ്ട് പൊതിഞ്ഞു പിടിച്ചിരിക്കുകയാണെന്ന്. അപ്പൊ ആ കാലഘട്ടത്തിലൊക്കെ എനിക്ക് പരിശുദ്ധ അമ്മയോട് വലിയ സ്നേഹമാണ്. ഞാൻ എല്ലാ ദിവസവും വീട്ടിൽ സന്ധ്യപ്രാർത്ഥനയൊക്കെ നടത്തുന്ന സമയത്ത് ഈ പാമ്പാക്കട നമസ്കാരത്തിന്റെ അവസാന ഭാഗത്ത് മാതാവിന്റെ ഒരു ലുത്തിനിയൊക്കെ ഉണ്ട്. അപ്പൊ ഈ ലുത്തിനിയൊക്കെ ഒരു ദിവസം പോലും മുടക്കാതെ ചൊല്ലാറുണ്ട്. അതുപോലെ തന്നെ ഞാനായിരുന്ന പള്ളികളിലെല്ലാം മാതാവിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ ഞാൻ നടത്തുമായിരുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ അവരെന്നോട് പറയായിരുന്നു, അച്ഛാ മാതാവിന്റെ ഒരു സാന്നിധ്യം എപ്പോഴും അച്ഛൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് അന്ന് ലഭിച്ച ഒരു സന്ദേശമാണ്. അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു കാര്യമൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആനന്ദമുണ്ട്. പരിശുദ്ധ അമ്മ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. പ്രത്യേകിച്ച് മാധ്യസ്ഥം തേടുന്നവരുടെ കൂടെ അമ്മയുടെ സാന്നിധ്യം കൂടുതലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. പിന്നീട് നമുക്കറിയാമല്ലോ, ഈ വിദ്വാൻമാര് പോയതിനു ശേഷം പിന്നീട് ഹെറോദ രാജാവ് കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലാകുമ്പോൾ അദ്ദേഹം ബേത്ലഹേമിലെ എല്ലാ 2 വയസ്സിന് താഴെയുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊന്നുകളയുകയാണ്. അത് 17ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, റാമായിൽ ഒരു ശബ്ദം കേട്ടു, കരച്ചിലും വലിയ നിലവിളിയും തന്നെ. റാഹേൽ മക്കളെ ചൊല്ലി കരഞ്ഞു, അവർ ഇല്ലായികയാൽ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലായിരുന്നു എന്ന് യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം അരുളിച്ചത് എന്ന് നിവൃത്തിയായി. 14 വർഷങ്ങൾക്ക് മുമ്പേ ഇങ്ങനെ ഒരു പ്രവചനം ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പ്രവചനം ഇവിടെ പൂർത്തിയാവുകയാണ്. പിന്നീട് 19 മുതലുള്ള വാക്യങ്ങൾ, ഹെരോദാവിന്റെ മരണശേഷം ദൈവത്തിന്റെ ദൂതൻ യൗസേപ്പിന് വീണ്ടും പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്, ഇസ്രായേലിൽ നിന്ന് പിന്നീട് യഹൂദിയയിലേക്ക് മടങ്ങി വരാനായിട്ട് പറയുകയാണ്. പ്രിയപ്പെട്ടവർ, എന്തിനാ യേശു ഈ മിസ്രയീമിലേക്ക് അയക്കപ്പെടുന്നത്? ഇസ്രായേലിലേക്ക് ഇതുപോലെ അയക്കപ്പെട്ട ഒരു വ്യക്തിയാണ് മോശ. മോശയിലൂടെ ഒരു ജനം ഏതു വഴിയിലൂടെ വന്നോ അതേ വഴിയിലൂടെയാണ് യേശു വരുന്നത്. ഒരുപക്ഷെ ഗലീല മറ്റേ ചെങ്കടൽ ഈ വേദപുസ്തകത്തിലെവിടെയും രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. ഒരുപക്ഷെ ഈ ചെങ്കടൽ 2ആയിട്ട് പിന്നെയും വിഭജിക്കപ്പെട്ടിരിക്കാം, അല്ലെങ്കിൽ വെള്ളത്തിന്റെ മുകളിലൂടെ തന്നെ ആരും സഞ്ചരിച്ചിരിക്കാം. ഉണ്ണി യേശുവിനെയും കൈകളിലേന്തി നടക്കുന്ന കന്യകമറിയാമും വിശുദ്ധ യൗസേപ്പും തീർച്ചയായിട്ടും അതേ വഴികളിലൂടെ നടന്നത്. കാരണം ആദ്യത്തെ മോശയുടെ കാലഘട്ടത്തിലൂടെ വന്ന ജനം ദൈവത്തോട് അവിശ്വസ്ത ഹൃദയമുള്ള മനുഷ്യരായിരുന്നു. എന്നാൽ യേശുവിന്റെ വളർത്ത് പിതാവായ യൗസേപ്പും യേശുവിന്റെ അമ്മയും അണുവിട തെറ്റാതെ ദൈവത്തിന്റെ ഹൃദയത്തിന് ചേർന്ന വിധത്തിൽ വിശ്വസ്തയോടുകൂടെ സഞ്ചരിച്ചു വരികയാണ്. അതായത് പഴയ നിയമ ജനത്തിന്റെ ആ അവിശ്വസ്തത പരിഹരിക്കുകയാണ് യേശു ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേലിൽ പോയി കടന്ന് അവിടുന്ന് ഒരു യാത്ര ഇങ്ങോട്ട് നടത്തേണ്ട ഒരവസ്ഥ വരുന്നത്. അടിമത്വത്തിലേക്ക് പോയ ജനത്തെ യേശു അവിടെ ചെല്ലുകയാണ്. വീണ്ടും അവിടുന്ന് യേശു വിശ്വസ്തയോടുകൂടെ കന്യകമറിയാമും യൗസേപ്പ് പിതാവും എവിടേക്ക് വരികയാണ്. അവര് വീണ്ടും യഹൂദിയയിലേക്ക് വരികയാണ്. ഏറ്റവും അവസാനം നമുക്ക് കാണുന്നുണ്ട്, ഹെരോദാവിന് പകരം അദ്ദേഹത്തിന്റെ മകൻ യഹൂദിയയിൽ അർക്കലയോസ് അദ്ദേഹം ഭരിക്കുന്നുവെന്ന് കേൾക്കുമ്പോൾ
സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് ഗലീല പ്രദേശങ്ങളിലേക്ക് ആര് പോവുകയാണ്? യേശുവിനെ കൊണ്ട് യൗസേപ്പ് പിതാവ് പോവുകയാണ്. അവൻ നസറായൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ തക്കവണ്ണം നസറത്ത് എന്ന ഗ്രാമത്തിൽ ചെന്ന് പാർത്തു. അങ്ങനെ നസറത്തിൽ പോയി അവിടെ പാർത്ത് നസറായൻ എന്ന് വിളിക്കപ്പെടുകയാണ്. പീലാത്തോസ് പോലും യേശുവിനെ അങ്ങനെ വിശേഷിപ്പിച്ചോ? നസറായനായ യേശു ക്രിസ്തു അങ്ങനെ വിശേഷിപ്പിച്ചു എന്ന് നമുക്ക് മുന്നോട്ട് വായിക്കുമ്പോൾ കണ്ടെത്താൻ സാധിക്കും. പ്രത്യേകിച്ച് യേശു ക്രിസ്തുവിന്റെ കുരിശിലൊക്കെ ഉള്ള എഴുത്തിനകത്തൊക്കെ അത് രേഖപ്പെടുത്തുന്നുണ്ട്. എന്ന് പറയപ്പെട്ടവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം ഇവിടെ പൂർണ്ണമാക്കപ്പെടുകയാണ്. പിന്നീട് നമ്മൾ 33-ാം സങ്കീർത്തനത്തിലേക്ക് വരാം. അത് ഒന്ന് വായിക്കാമോ? അതിലെ ആദ്യത്തെ 5 വാക്യങ്ങൾ വായിക്കാമോ? നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പീൻ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. കിന്നരം കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, 10 കമ്പിയുള്ള വീണ കൊണ്ട് അവന് സ്തുതി പാടുവീൻ. അവന് പുതിയ പാട്ട് പാടുവീൻ, ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായിപ്പീൻ. യഹോവയുടെ വചനം നേരുള്ളത്, അവന്റെ സകല പ്രവൃത്തിയും വിശ്വസ്തതയുള്ളത്. അവൻ നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു, യഹോവയുടെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. മതി. നമുക്കറിയാം, നീതിമാന്മാരെ എന്നുള്ള ഒരു അഭിസംബോധനയോടുകൂടെയാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്. ഇതിന്റെ മുകളിൽ അതാരെ എഴുതിയെന്ന് വല്ലതും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടോ? ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ആരെഴുതി എന്നുള്ളത് ഇതുവരെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ദാവീദാകാം എന്നുള്ളൊരു നിഗമനമുണ്ട്. കാരണം ഈ സ്തുതിപ്പീൻ, ദൈവത്തിന് നന്ദി അർപ്പിപ്പീൻ എന്നുള്ളതൊക്കെ ദാവീദാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദാവീദായിരിക്കാം എന്ന് വിശ്വസിക്കുന്നുണ്ട്. നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ച് ഉല്ലസിപ്പീൻ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. പിന്നീട് പറയുകയാണ്, കിന്നരം കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, 10 കമ്പിയുള്ള വീണ കൊണ്ട് അവന് സ്തുതി പാടുവീൻ. അവന് പുതിയ പാട്ട് പാടുവീൻ, ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായിപ്പീൻ. അതായത് പഴയ നിയമത്തിലൊക്കെ നമുക്കറിയാം, പ്രത്യേകിച്ച് ദാവീദിന്റെ കാലഘട്ടത്തിലാണ് ഇതിൽ കൂടുതൽ ഈ വാദ്യ ഉപകരണങ്ങൾ ഉപയോഗിച്ച്, കിന്നരം കൊണ്ടും വീണ കൊണ്ടും ഒക്കെ തമ്പുരും ഒക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നത്? ദൈവത്തെ ആരാധിക്കുന്നത്. അദ്ദേഹമാണ് ഒരു ഗായക സംഘത്തെ രൂപീകരിക്കുന്നത്. പിന്നീട് യഹൂദന്മാരുടെ ദേവാലയം പണിയപ്പെടുന്ന ശലോമോന്റെ കാലഘട്ടത്തിൽ ഒരു ഗായക സംഘം തന്നെ ക്രമീകരിക്കപ്പെടുന്നുണ്ട്. അവര് ഈ കിന്നരം കൊണ്ടും തപ്പ് കൊണ്ടും അതുപോലെ തന്നെ വീണ കൊണ്ടും ഒക്കെ ദേവാലയത്തിൽ രാപ്പകൽ ഓരോ ഗ്രൂപ്പ് മാറി മാറി രാപ്പകൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് നിലകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരുവാൻ എന്നുള്ള ഒരു ആഹ്വാനമാണ് ഇവിടെ വരുന്നത്. പ്രത്യേകിച്ച് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്ത്രീകളുടെ ശവസംസ്കാര ശുശ്രൂഷയ്ക്കകത്ത് അവിടെ ഞാൻ ഏത് ക്രമത്തിലാന്ന് ഞാൻ ഓർക്കുന്നില്ല, ഒരു ക്രമത്തിനകത്ത് ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്: ദൈവമേ, അവിടുത്തെ കാരുണ്യത്താൽ അവിടുത്തെ കരങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട 10 കമ്പിയുള്ള ഈ വീണമേൽ ഈ വീണമേൽ അവിടുന്ന് കരുണയായിരിക്കണമേ എന്ന് ഉള്ളൊരു പ്രാർത്ഥനയുണ്ട്. അതായത് ദൈവത്തിന്റെ കരം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു വീണ അല്ലെങ്കിൽ ഒരു വാദ്യ ഉപകരണം അതിനോട് സമപ്പെടുത്തിയിരിക്കുകയാണ്. ആരെ? ഈ മരിച്ചു കിടക്കുന്ന ഒരാളെ ആര് സമപ്പെടുത്തിയിരിക്കുക? നമ്മുടെ പിതാക്കന്മാര് അതിനോട് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അപ്പോ പഴയ നിയമത്തിൽ വാദ്യങ്ങളും അതുപോലെ തന്നെ വാദ്യ ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് ദൈവത്തെ ആരാധിക്കുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോ നമ്മൾ തന്നെ എന്താണ്? ദൈവത്തിന്റെ മുമ്പിൽ ഒരു അത്രമേൽ നമ്മൾ ദൈവമായിട്ട് ആഴമായിട്ട് ഒരു ആരാധന നടത്തേണ്ടതിന്റെ ആവശ്യകതയെ പറ്റിയാണ് ഇവിടെ ഇതിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നത്. തപ്പുകൊണ്ടും വീണ കൊണ്ടും കിന്നരം കൊണ്ടും ഒക്കെ ദൈവത്തെ ആരാധിക്കുന്നത് പോലെ ഈ ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കണം, മനസ്സുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം, ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കണം എന്നുള്ളൊരു ആഹ്വാനം നമുക്ക് ഇവിടെ തരികയാണ്. പിന്നീട് 6 മുതൽ പിന്നീട് അങ്ങോട്ട് വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം കൊണ്ട് ദൈവം ആകാശത്തെയും ഭൂമിയെയും അതിലുള്ള സകലത്തെയും ഉളവാക്കിയതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ദൈവത്തിന്റെ അരുളപ്പാടുകളെ പറ്റിയൊക്കെ പറയുകയാണ്. പിന്നീട് 13 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാമോ? 12 മുതൽ. യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത്.
യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു, മനുഷ്യപുത്രന്മാരെയൊക്കെയും കാണുന്നു. അവൻ തന്റെ വാസസ്ഥലത്ത് നിന്ന് സർവഭൂവാസികളെയും നോക്കുന്നു. അവൻ അവരുടെ ഹൃദയങ്ങളെ ഒരുപോലെ മനഞ്ഞിരിക്കുന്നു. അവരുടെ പ്രവർത്തികളെ ഒക്കെയും അവൻ ഗ്രഹിക്കുന്നു. സൈന്യബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല. ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നതുമില്ല. ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു. തന്റെ ബലാധിക്യം കൊണ്ട് അത് വിടുവിക്കുന്നതുമില്ല. യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. അവരുടെ ഞാൻ ഈ വാക്യം പറഞ്ഞതിന് ശേഷം വായിക്കാം. അതായത് 12ാമത്തെ വാക്യം, യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത്. കാരണം പ്രിയപ്പെട്ടവരെ, ഒരു പ്രവാചക ഗ്രന്ഥത്തിൽ തന്നെ കാണുന്നുണ്ട്, ഇതുപോലെ ഒരു ദൈവം തങ്ങളുടെ ജനത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, ജാഗരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തെ വേറെ എവിടെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ള ഒരു വചനമൊക്കെ ഞാൻ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പൊ അത്രമേൽ വിളിച്ചാൽ വിളി കേൾക്കുന്ന, ഇറങ്ങി വരുന്ന, കൂടെ നടക്കുന്ന, പ്രതിസന്ധികളിലെല്ലാം വഴിയൊരുക്കുന്ന ഒരു ദൈവം, ജീവനുള്ള ദൈവം, പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിതൂണായി കൂടെ നടക്കുന്ന ഒരു ദൈവം വേറെ ആർക്കാ ഉള്ളത് എന്ന് ഇവിടെ സങ്കീർത്തനക്കാരൻ ചോദിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കും അങ്ങനെ പറയാം. ജീവനുള്ളൊരു ദൈവം, ജീവൻ തന്നൊരു ദൈവം, ഇപ്പോഴും തൻ്റെ ശരീരവും രക്തവും തന്ന് നമ്മളെ ജീവനിലേക്ക് കൈപിടിച്ചുയർത്തി നമ്മളെ നയിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നീട് പറയുകയാണ്, യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു, മനുഷ്യപുത്രന്മാരൊക്കെയും കാണുന്നു. അവൻ തന്റെ വാസസ്ഥലത്ത് നിന്ന് സർവഭൂവാസികളെയും നോക്കുന്നു. അവൻ അവരുടെ ഹൃദയങ്ങളെ ഒരുപോലെ മനഞ്ഞിരിക്കുന്നവരുടെ പ്രവൃത്തികളെ ഒക്കെയും അവൻ ഗ്രഹിക്കുന്നു. ഇവിടെ ഈ വാക്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടെങ്കിൽ നമ്മുടെ ഒത്തിരി പാപങ്ങൾ കുറഞ്ഞിരിക്കും. കാരണം എന്താണ്? നമ്മൾ അധികവും പാപം ചെയ്യുന്നത് എപ്പോഴാണ്? ആരും കാണാതെ, ആരും അറിയാതെയാണ് നമ്മളെപ്പോഴും പാപം ചെയ്യാനായിട്ട് പരിശ്രമിക്കുക. ഇനി എന്തെങ്കിലും ഒരു പാപം ചെയ്തത് നമ്മൾ ഇനി ആരും അറിയാതിരിക്കാൻ വേണ്ടി ഒത്തിരി പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്യും. അവിടെ ഈ ദൃശ്യം സിനിമയൊക്കെ കണ്ടിട്ടില്ലേ? അതായത് രണ്ട് പ്രാവശ്യം ഉണ്ടല്ലോ, മോഹൻലാലിന്റെ ഒരു സിനിമയാണ്. ഒരു കൊലപാതകം നടത്തിയിട്ട് അത് ആരും അറിയാതിരിക്കാൻ വേണ്ടി അദ്ദേഹം കാണിച്ചു കൂട്ടുന്ന പരാക്രമങ്ങളാണ് അതിലെ കഥ മുഴുവനും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതുപോലെയുള്ള പ്രവർത്തികൾ നമ്മൾ നടത്തുമ്പോഴും നമ്മൾ ഓർക്കണം, ഇതാര് കാണുന്നുണ്ട്. നമ്മൾ എങ്ങനെയെല്ലാം മറച്ചു വെച്ചാലും, ഏത് ഇരുട്ട് റൂമിൽ ഇരുന്ന് ചെയ്താലും, ഏത് തിന്മ പ്രവർത്തികളിലൂടെ നടന്നാലും ആരും കണ്ടിട്ടില്ലെങ്കിലും ആർക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഭർത്താവിനെ കബളിപ്പിക്കാൻ പറ്റും, ഭാര്യയെ പറ്റിക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ സഹോദരങ്ങളെ, മാതാപിതാക്കളെയൊക്കെ നമുക്ക് മറച്ചു പിടിക്കാനായിട്ട് പറ്റും. പക്ഷെ ആരെ മറയ്ക്കാനായിട്ട് സാധിക്കില്ല? ദൈവത്തിന്റെ കണ്ണുകളെ മറയ്ക്കുവാനായിട്ട് ഒന്നിനും കഴിയുന്നതല്ല. അതുകൊണ്ട് നമ്മുടെ ഓരോ പ്രവൃത്തികളും, നമ്മുടെ ഓരോ ചിന്തകൾ പോലും ആർക്കറിയാം? ദൈവത്തിന് അറിയാം. നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഒരു വാക്ക് നമ്മുടെ നാവിൽ എത്തുന്നതിന് മുമ്പേ ആർക്കറിയാം? അങ്ങനെ ഒരു വാക്യമൊക്കെ ഉണ്ടല്ലോ, അല്ലേ? ദൈവത്തിന് അറിയാം. അപ്പൊ ഈ ഒരു ബോധ്യം തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഈ ബോധ്യത്തിന് പറയുന്ന പേരാണ് ദൈവവിചാരം. ദൈവവിചാരം ഉണ്ടെങ്കിൽ എന്തു കുറയും? പാപം കുറയും. പാപം കുറയുന്നത് മാത്രമല്ല, എല്ലാവരോടും സ്നേഹത്തോടും ആദരവോടും ഒക്കെ പെരുമാറാനും ഇടപെടാനൊക്കെയുള്ള ഒരു മനസ്സ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. അതുകൊണ്ട് ഈ ഒരു വിചാരം ഉണ്ടാകണം. അവൻ സർവഭൂവാസികളെയും നോക്കുന്നു, അവൻ അവരുടെ ഹൃദയങ്ങളെ ഒരുപോലെ മനഞ്ഞിരിക്കുന്നു, അവരുടെ പ്രവർത്തികളൊക്കെയും അവൻ ഗ്രഹിക്കുന്നു. ഇല്ലേ? വെളിപാട് പുസ്തകത്തിന്റെ അവസാനം യേശു പറയുന്ന ഒരു പ്രവചനമാണ്, ഞാൻ വേഗം വരുന്നു. എന്തിനാണ്? ഓരോരുത്തന് അവനവന്റെ പ്രവർത്തിക്ക് തക്ക പ്രതിഫലം കൊടുക്കാനായിട്ട് ഞാൻ വരുന്നു. ഇവിടെ പറയുകയാണ്, അവൻ അവരുടെ പ്രവർത്തികളൊക്കെയും അവൻ ഗ്രഹിക്കുന്നു. അപ്പൊ ദൈവം ഇതെല്ലാം ഗ്രഹിക്കുന്നുണ്ട്, ഇതെല്ലാം എഴുതി വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ദൈവം ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്, ഓരോ പ്രവർത്തികളും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമേ. പിന്നീട് 16 മുതലുള്ള വാക്യങ്ങൾ, സൈന്യ ബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല. അതിനൊക്കെ എത്രയോ തെളിവുണ്ട്. അതായത് ഇസ്രായേൽ ജനത്തിന് എതിരെ വന്ന ശത്രു രാജാവ്, ഏത് രാജാവാന്ന് ഓർക്കുന്നില്ല, ഇരമ്യാ പ്രവാചകൻ ഒരു അനുഭവമാണ്. അതായത് ഇസ്രായേലിനെ നശിപ്പിച്ച് കളയാൻ തക്ക വിധത്തിൽ ലക്ഷക്കണക്കിന് കുതിരപ്പടയാളികളും അതുപോലെ തന്നെ കാൽ നടപ്പടയാളികളൊക്കെ ആയിട്ട് വരുന്ന ഒരു സൈന്യനിരയുണ്ട്. പക്ഷെ ആ സൈന്യനിരയെ
ദൈവം തന്നെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തുന്നുണ്ട്. അതായത് ഒരു രാത്രി ഈ രാജ്യം ശത്രുക്കൾ കിടക്കുന്ന അവര് തന്നെ പരസ്പരം വെട്ടി പരാജയപ്പെടുകയാണ്. അത് എനിക്ക് തോന്നുന്നു 1,00,000 അങ്ങനെ ഒരു എണ്ണമൊക്കെ ഉണ്ട്, ഞാൻ കറക്റ്റ് ആ ബാക്കി ഓർക്കുന്നില്ല. 1,00,000-ലധികം വരുന്ന ശത്രുക്കളെ ദൈവത്തിന്റെ ഒരു മാലാഖ വന്ന് വെട്ടി കൊന്നുകളയുന്നു എന്നൊക്കെ എഴുതി വെക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സൈന്യ ബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല, ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നുമില്ല, ജയത്തിന് കുതിര വ്യക്തമാകുന്നു, തന്റെ ബലാധിക്യം കൊണ്ട് അത് വിടുവിക്കപ്പെടുന്നുമില്ല. ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കഴിവോ നമ്മുടെ പണമോ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതകളോ അല്ലെങ്കിൽ നമ്മുടെ മറ്റെന്തെങ്കിലുമൊക്കെ ദൈവം തന്ന താലന്തുകളോ അതിനൊക്കെ ഒത്തിരി നമ്മൾ അഹങ്കരിക്കാൻ പോയി കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് ഉപകാരമായി വരില്ല എന്ന് ഈ വചനത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. എന്നാൽ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുകയും ദൈവത്തിൽ ശരണപ്പെടുകയും ചെയ്താൽ ദൈവം നമ്മളെ വളരെ ഭംഗിയായിട്ട് വഴി നയിക്കും എന്ന് പിന്നീട് താഴത്തേക്ക് വായിക്കാൻ സാധിക്കും. യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയക്കായി പ്രത്യാശ വയ്ക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ. പിന്നീട് ആ കാര്യങ്ങൾ, അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് താഴത്തേക്ക് വായിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ആശ്രയിക്കണം, ദൈവത്തിൽ ശരണപ്പെടണം, ദൈവത്തെ സ്തുതിക്കുന്ന 10 കമ്പിയുള്ള വീണ പോലെ, കിന്നരം പോലെ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ നാവിനെ രൂപീകരിക്കണം എന്നുള്ള ഒരു മെസ്സേജാണ് 33-ാം സങ്കീർത്തനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരുന്നത്. വിശുദ്ധ മത്തായി 2-ാം അധ്യായം, അതോടൊപ്പം തന്നെ സങ്കീർത്തനം 33 ഇത് വായിക്കാനും പഠിക്കാനും ഒക്കെയുള്ള ഒരു കൃപ ദൈവം നമുക്ക് നൽകി. ഇതിലൂടെ ദൈവം നൽകിയ ആത്മീയ സന്ദേശങ്ങൾ ഉൾക്കൊള്ളാനും അതിന് പ്രകാരം നമ്മുടെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ഒക്കെ ഇത് ഹൃദയത്തിൽ സൂക്ഷിച്ച് അതിലൂടെ ഈ വചനത്തിലൂടെ ചരിക്കുവാനും ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമീൻ. കാരുണ്യവാനായ ദൈവമേ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കർത്താവെ കിഴക്ക് നിന്ന് 3 വിദ്വാൻമാർ, വാനനിരീക്ഷകർ, അവർ നിരീക്ഷണ പാടവം ഉള്ളവരായിരുന്നതുകൊണ്ടും സൂക്ഷ്മതയോടുകൂടെ നിരീക്ഷിക്കുന്നവരായിരുന്നതുകൊണ്ടും ആകാശത്തിൽ കണ്ട ഒരു പുതിയ നക്ഷത്രത്തെ പിന്തുടർന്ന് ദൈവമേ, യേശുവാകുന്ന വലിയ വെളിച്ചത്തിലേക്ക്, നീതി സൂര്യനിലേക്ക് എത്തിച്ചേരുവാനായിട്ട് അവർക്ക് സാധിച്ചതുപോലെ കർത്താവെ, ജീവനുള്ള കാലഘട്ടത്തിൽ പ്രാർത്ഥനയിലൂടെ, വിശുദ്ധ വചനത്തിലൂടെ, കൂദാശ അനുഭവങ്ങളിലൂടെ, ആ നക്ഷത്രങ്ങളിലൂടെ കർത്താവെ അങ്ങേ തീക്ഷ്ണമായി നിരീക്ഷിച്ച് അന്വേഷിച്ച് ദൈവമേ കണ്ടെത്തുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. അവിടുത്തെ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ദൈവമേ, അങ്ങയുടെ മനോഹരത്വം കാണുവാനുള്ള വലിയ ഒരു ആഗ്രഹം ഞങ്ങളുടെ ഉള്ളിലെല്ലാം അവിടുന്ന് സ്ഥാപിക്കണമേ. മോശ അങ്ങയെ കാണണമെന്ന ആഗ്രഹം പറയുമ്പോൾ അവിടുന്ന് ദൈവമേ അങ്ങയുടെ സാന്നിധ്യം കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലോ. കർത്താവെ, അങ്ങയെ ഒരു അനുഭവമായി തീർക്കുവാൻ ഞങ്ങൾക്ക് ദൈവമേ ഒരു ഭാഗ്യം തരണമേ എന്ന് അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുർബാന ഞങ്ങൾക്കൊരു അനുഭവമാക്കി തരണമേ. വിശുദ്ധ കുംഭസാരം, അതിൻ്റെ ശക്തി തിരിച്ചറിയാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഓരോ കൂദാശകളുടെയും ഉള്ളിലുള്ള ദൈവിക അംശം രുചിച്ചറിയുവാൻ ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇറങ്ങി വരുന്ന അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ച് പ്രാർത്ഥിക്കാനായിട്ടുള്ള കൃപ കർത്താവെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടുന്ന് നൽകണമേ. കർത്താവെ, നൽകിയ എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി അർപ്പിക്കുന്നു. തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കാതെ ഞങ്ങളെ ഓരോരുത്തരെയും ശരിയായ പാതകളിലൂടെ അവിടുന്ന് നയിക്കണമേ. ഇടവകയെയും ഈ ശുശ്രൂഷകൾ സംബന്ധിക്കുന്ന എല്ലാവരെയും, എല്ലാ കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുത്തെ കൃപയിൽ അവിടുന്ന് പരിപാലിക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. മോർഗീവർഗീസ് സഹതായി, പരിശുദ്ധനായ പരിമല തിരുമേനി, പരിശുദ്ധനായ എൽദോമാർ ബസേലിയോസ് ബാബായി, സകല പരിശുദ്ധന്മാരും ശുദ്ധിമതികളുമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൈവമേ, ഞങ്ങൾ നിന്ന് വാങ്ങിപ്പോയ എല്ലാ പൂർവികരെയും അബ്രഹാമ്യ ഭവനങ്ങൾ പാർപ്പിച്ച് ആശ്വസിപ്പിക്കണമേ. ആയത് പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമമഹത്വത്തിനായിട്ട് തന്നെ. ആമീൻ.